ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് SSLC മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് എയിലെ സെക്ഷൻ ബി ആണ്. സെക്ഷൻ എയിലെ 1 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. സെക്ഷൻ ബിയിലെ ആദ്യത്തെ ചോദ്യം, അതായത് 9ാമത്തെ ചോദ്യം ഇതാണ്. ഇൻ ദ ഫിഗർ O is the center of the circle. If a point is marked in this, what is the probability that it falls inside the shaded part? അതായത് ചിത്രത്തിൽ O വൃത്ത കേന്ദ്രമാണ്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ കറുപ്പിച്ച ഭാഗത്താകാനുള്ള സാധ്യത എന്ത്? ഇവിടെ ചിത്രത്തിൽ ഓരോ ഭാഗവും 30 ഡിഗ്രി കോണാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 60 ഡിഗ്രി കോൺ വരും. നമുക്കറിയാവുന്ന കാര്യം, വൃത്തത്തിൻ്റെ മുഴുവൻ കോണിൻ്റെ അളവ്, ആംഗിളിൻ്റെ അളവ് 360. അപ്പോൾ ടോട്ടൽ 360ൽ 60 പാർട്ടാണ് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്രോബബിലിറ്റി അഥവാ സാധ്യത എന്ത് കിട്ടും? ടോട്ടൽ 360ൽ 60 അല്ലേ? കറുത്ത കുത്തിടേണ്ടത് നമുക്ക് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്താണ്. അപ്പോൾ 0 ക്യാൻസൽ ചെയ്തു. 1/36 എന്ന് പറയുന്ന 1/6 ആണ്. ഇനി 10ാമത്തെ ചോദ്യം ചെയ്യാം. 10ാമത്തെ ചോദ്യം ഇതാണ്. ദ 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 70 ആൻഡ് ദ 9th ടേം ഈസ് 50. ഇവിടെ 2 പാർട്ടുണ്ട്. 1ാമത്തെ പാർട്ട്, ഇൻ ദിസ് സീക്വൻസ് ബൈ ഹൗ മച്ച് ഡസ് ഈച്ച് ടേം ഡിക്രീസ് വെൻ ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1. 2ാമത്തെ പാർട്ട്, അറ്റ് വാട്ട് പൊസിഷൻ ഡസ് ദ ടേം 0 ഒക്കർ ഇൻ ദിസ് സീക്വൻസ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 5ാം പദം 70ഉം 9ാം പദം 50ഉമാണ്. ആദ്യത്തെ ചോദ്യം, ഈ ശ്രേണിയിൽ സ്ഥാനം ഓരോന്ന് കൂടുമ്പോൾ പദം എത്ര കുറയും? 2ാമത്തെ ചോദ്യം, ഈ ശ്രേണിയിലെ എത്രാമത്തെ പദമാണ് 0? ഇവിടെ 5ാം പദം അഥവാ 5th ടേം x5 = 70 തന്നിട്ടുണ്ട്. പിന്നെ തന്നിരിക്കുന്നത് 9ാമത്തെ പദം അഥവാ 9th ടേം x9 = 50 തന്നിട്ടുണ്ട്. ഓരോ സ്ഥാനം കൂടുമ്പോഴും എത്ര കുറയുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം, അഥവാ പൊതുവ്യത്യാസം കാണാൻ നമുക്കറിയാം. എങ്ങനെയാണ്? പദങ്ങളിലെ വ്യത്യാസം ബൈ സ്ഥാനത്തിൻ്റെ വ്യത്യാസം. പദങ്ങളിലെ വ്യത്യാസം എന്ന് പറയുന്നത് 50ൽ നിന്ന് 70 കുറയ്ക്കുക ബൈ, നമുക്കിത് കാണുമ്പോഴേ അറിയാം അല്ലെ, ചെറുതായിയാണ് പദങ്ങൾ പോകുന്നത്. സ്ഥാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 9 - 5 ടേംസിലെ ചേഞ്ച് ഡിവൈഡഡ് ബൈ പൊസിഷനിലെ ചേഞ്ച്. അപ്പം -20/4 എന്ന് വന്നു, അതായത് -5. അപ്പം D -5 ആണ്, അതായത് കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ എത്ര വീതം കുറഞ്ഞു? 1ാമത്തെ ആൻസർ 5 വീതം കുറഞ്ഞു. ഡിക്രീസസ് ബൈ 5. 1ാമത്തെ ആൻസർ കിട്ടിയല്ലോ. ഇനി 2ാമത്തെ പാർട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? എത്രാമത്തെ പദമാണ് 0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് xn ആണ് 0 ആയിട്ട് തന്നിരിക്കുന്നത്. xn നമുക്ക് കാണുന്നത് എങ്ങനെയാണ്? dn + f - d. f നമുക്ക് തന്നിട്ടുണ്ടോ? f തന്നിട്ടില്ല. അതായത് 1ാമത്തെ പദം എത്രയെന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ അത് ഇവിടെ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. 1ാമത്തെ പദം x5 70 ആണ്. x5 70 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1ാമത്തെ പദത്തിൻ്റെ കൂടെ 4 പ്രാവശ്യം d കൂട്ടുമ്പോഴല്ലേ 70 കിട്ടുക. അപ്പോൾ 1ാമത്തെ പദം നമുക്കറിയത്തില്ല. d -5 ആണ്. അപ്പോൾ 4 × -5 = 70 എന്ന് എഴുതാമല്ലോ. അപ്പോൾ f -20 = 70 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ f = 70. ഈ -20 അപ്പുറത്ത് പോയപ്പോൾ +20 ആയി. 90 എന്ന് വന്നല്ലോ. അതായത് 1ാമത്തെ പദം 90 ആയി. അപ്പോൾ ഇവിടെ നമുക്ക് d -5, n അറിയത്തില്ല, എന്നാണ് കണ്ടുപിടിക്കേണ്ടത്, പ്ലസ് f ഇപ്പം കിട്ടി 90 മൈനസ് ഈ മൈനസാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇനി d -5 ആണ്. അപ്പോൾ 2 മൈനസ് അടുത്തടുത്ത് വരുമ്പം എന്ത് വരും? ആകും, അത് പ്ലസ് ആവും അല്ലേ? അപ്പം -5n + 95 = 0 എന്ന് എഴുതാമല്ലോ. അതിൽ നിന്നും 5n = 95 എന്ന് എഴുതരുതോ? അല്ലെങ്കിൽ n = 95നെ ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 9-നകത്ത് 5 1 പ്രാവശ്യം, മിച്ചം 4 ഉണ്ട്. 45-നകത്ത് 9 പ്രാവശ്യം. അപ്പം 19th ടേം ആണ് 0. ക്ലിയർ ആയില്ലേ? ഇനി 11ാമത്തെ ചോദ്യം ചെയ്യാം. 11ാമത്തെ ചോദ്യം ഇതാണ്. അതിൽ 2 പാർട്ടുണ്ട്, എയും ബിയും. നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എ ആദ്യം നമുക്ക് ചെയ്യാം. ചോദ്യം ഇതാണ്. 3 digit numbers are formed using cards with the numbers 2, 3, 5 written on them. ഇവിടെ 3 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ മെനി സച്ച് നമ്പേഴ്സ് ക്യാൻ ബി മെയ്ഡ്? രണ്ടാമത്തെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് ഈവൻ?
മൂന്നാമത്തെ വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് സച്ച് എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5. അതായത് 2, 3, 5 എന്നീ അക്കങ്ങൾ എഴുതിയ 3 കാർഡുകൾ ഉപയോഗിച്ച് 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കുന്നു. ഇത്തരം എത്ര സംഖ്യകൾ ഉണ്ടാക്കാം? രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സംഖ്യ ഇരട്ട സംഖ്യ ആകാനുള്ള സാധ്യത എന്താണ്? മൂന്നാമത്തത് 5ന്റെ ഗുണിതം ആകാനുള്ള സാധ്യത എന്താണ്? ഇവിടെ 3 കാർഡുകളുണ്ട് അല്ലേ? 2, 3, 5 എന്ന് എഴുതിയ 3 കാർഡുകളുണ്ട്. ഈ കാർഡ് വെച്ചിട്ട് അറേഞ്ച് ചെയ്ത് നമുക്ക് 3 അക്ക സംഖ്യകൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് 2 ആദ്യം ഫിക്സ് ചെയ്തു. എന്നിട്ട് 3, 5 ഒന്നാമത്തെ നമ്പർ. ഈ 2 മാറ്റുന്നില്ല. എന്നിട്ട് തിരിച്ച് 5, 3 എന്ന് ഇട്ടു അല്ലേ? ഈ 2 നമ്പേഴ്സ് അല്ലേ ഉള്ളൂ. 2 ആദ്യം വരുന്ന രീതിയിൽ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. ഇനി 3 ആദ്യം വന്നാൽ 325 എന്നും ഉണ്ടാക്കാം, 352 എന്നും ഉണ്ടാക്കാം. ഇനി 5 ആദ്യം വന്നാൽ 523 എന്നും 532 എന്നും ഉണ്ടാക്കാം. അപ്പോൾ ആകെ എത്ര നമ്പേഴ്സേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ? ടോട്ടൽ 6 നമ്പേഴ്സേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അതാണ് ഒന്നാമത്തെ പാർട്ട്. ഇനി രണ്ടാമത്തെ പാർട്ട് ഇരട്ട സംഖ്യ അഥവാ ഈവൻ നമ്പർ ആവാനുള്ള ചാൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി അല്ലേ? ലാസ്റ്റ് ഡിജിറ്റ് ഈവൻ ആകുന്ന ആകെ 2 കേസേ ഉള്ളൂ ഇരട്ട സംഖ്യ ആകുന്നത്. അപ്പോൾ ഈവൻ ആകാനുള്ള സാധ്യത എന്ന് പറയുന്നത് 2 ടോട്ടൽ 6. ഇപ്പോൾ 1/3 എന്ന് കിട്ടിയല്ലോ. ഇനി മൂന്നാമത്തെ പാർട്ട് 5ന്റെ ടേബിളേ വരണം അല്ല? 5ന്റെ ടേബിളേ വരുന്നത് ഏതാ? ലാസ്റ്റ് നമ്പർ 5 വരണം. 5 0 ആണ് വരേണ്ടത്. അപ്പം നമുക്ക് 5 ഉള്ളൂ. ഇവിടെയും 2 ചാൻസ് ആണുള്ളത് /6 ടോട്ടൽ. അപ്പോൾ 1/3 ആണ് സാധ്യത അഥവാ പ്രോബബിലിറ്റി. ഇനി നമുക്ക് അതിൻ്റെ തന്നെ ബി ക്വസ്റ്റ്യൻ ചെയ്യാം. ഇതിപ്പോൾ എ ക്വസ്റ്റ്യൻ ആണ് കംപ്ലീറ്റ് ആക്കിയത്. 11ാമത്തെ ബി ചോദ്യം. A box contains 6 black beads and 4 white beads and another box contains 7 black and 8 white beads. ഇതിൽ 3 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തത്, ഇൻ ഹൗ മെനി വേസ് ക്യാൻ എ പെയർ ഓഫ് ബീഡ്സ് ബി ചോസൺ, 1 ഫ്രം ഈച്ച് ബോക്സ്. രണ്ടാമത്തെ പാർട്ട്, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ഓഫ് ബോത്ത് ബീയിങ് ബ്ലാക്ക്. മൂന്നാമത്തെ, വാട്ട് ഈസ് ദ പ്രോബിലിറ്റി ദാറ്റ് അറ്റ്ലീസ്റ്റ് 1 ഈസ് വൈറ്റ്. അതായത് ഒരു പെട്ടിയിൽ 6 കറുത്ത മുത്തുകളും 4 വെളുത്ത മുത്തുകളും ഉണ്ട്. മറ്റൊരു പെട്ടിയിൽ 7 കറുത്ത മുത്തുകളും 8 വെളുത്ത മുത്തുകളും ഉണ്ട്. ഒരു പെട്ടിയിൽ നിന്നും ഒരു മുത്ത് വീതം എത്ര തരത്തിൽ എടുക്കാം? രണ്ടാമത്തെ ചോദ്യം, 2ഉം കറുത്ത മുത്താകാനുള്ള സാധ്യത എന്ത്? 3 ഒന്നെങ്കിലും വെളുത്തതാകാനുള്ള സാധ്യത എന്താണ്? അപ്പോൾ ഇവിടെ ആദ്യത്തെ പെട്ടിയിൽ ബോക്സിനകത്ത് 6 ബ്ലാക്കും 4 വൈറ്റും, രണ്ടാമത്തെ ബോക്സിനകത്ത് 7 ബ്ലാക്കും 8 വൈറ്റും. അപ്പോൾ ഫസ്റ്റ് ബോക്സിൽ ടോട്ടൽ എത്ര ഉണ്ട്? 6 + 4 = 10. സെക്കൻഡ് ബോക്സിൽ ടോട്ടൽ 7 + 8 15. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൽ ഓരോ പെട്ടിയിൽ നിന്ന് ഒരു മുത്ത് വീതം എത്ര തരത്തി എടുക്കാമെന്ന് അല്ലേ? അപ്പോൾ എത്രയാണ് ഇവിടെ? ടോട്ടൽ 10 ഇൻറ്റു രണ്ടാമത്തേൽ ടോട്ടൽ 15. അപ്പോൾ 150 ആൻസർ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 2ഉം ബ്ലാക്ക് ആവണം അല്ലേ? രണ്ടിടത്തുനിന്നും ബ്ലാക്ക് വരാനുള്ള ചാൻസ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 6 ബ്ലാക്ക്, രണ്ടാമത്തേൽ 7 ബ്ലാക്ക്. നമുക്ക് ടോട്ടൽ എത്ര വന്നു? 150 വന്നു. അതിൽ ഫസ്റ്റിൽ 6, സെക്കൻഡിൽ 7 ബ്ലാക്ക്. അപ്പോൾ 6 7s 42/150 എന്ന് ആൻസർ കിട്ടി. ഇനി മൂന്നാമത്തെ ചോദിച്ചിരിക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരു വൈറ്റ് എങ്കിലും ഉണ്ടാവണം. ഒന്നെങ്കിലും വൈറ്റ് ആവണം. അപ്പോൾ 2ഉം ബ്ലാക്ക് ആവാൻ പാടില്ല. അതിൻ്റെ അർത്ഥം 2ഉം ബ്ലാക്ക് ആവാൻ പാടില്ല. അപ്പോൾ 2ഉം വൈറ്റ് ആവാം. പിന്നെയോ ഒരു ബ്ലാക്ക് ആദ്യത്തെ ബോക്സിൽ നിന്ന് ബ്ലാക്ക്, രണ്ടാമത്തെ നിന്ന് വൈറ്റ് ആകാം. ആദ്യത്തെ ബോക്സിൽ നിന്ന് വൈറ്റ്, രണ്ടാമത്തെ ബ്ലാക്ക് ആവാം. അപ്പോൾ ഇതിനകത്തെല്ലാം വൈറ്റ് ഉണ്ടല്ലോ അല്ലേ? അതിന് പകരം വേണമെങ്കിൽ ടോട്ടൽ പ്രോബബിലിറ്റിയിൽ നിന്ന് ഈ 2ഉം ബ്ലാക്ക് വരുന്ന കളഞ്ഞാലും പോരെ. ഒരു സംഗതി, അത് ഏത് സംഗതി ആയിക്കോട്ടെ, ടോട്ടൽ പ്രോബബിലിറ്റി എത്രയാണ്? എപ്പോഴും 1 ആയിരിക്കും. ടോട്ടൽ പ്രോബബിലിറ്റി 1ൽ നിന്ന് ഈ 42/150 സബ്ട്രാക്ട് ചെയ്താൽ മതി. 42/150 എന്ന് പറയുന്നത് 2ഉം ബ്ലാക്ക് ആവാനുള്ള സാധ്യതയാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ച 42/150. അതിനെ അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതിയല്ലോ ടോട്ടൽ പ്രോബബിലിറ്റി. അപ്പോൾ 1 × 150, 150 - 42/150. അപ്പോൾ എത്ര വന്നു ഇത്? 108/150.
മനസ്സിലായല്ലോ എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യനും. ഇനി നമുക്ക് 12ാമത്തെ ചെയ്യാം. 12ാമത്തെ ചോദ്യത്തിലും എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്താൽ മതി. ഞാനിവിടെ രണ്ടും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിലെ എ ക്വസ്റ്റ്യൻ എന്താണ്? ദ സെക്കൻഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 5 ആൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 6 ടേംസ് ഈസ് 60. 3 പാർട്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നാമത്തെ പാർട്ട് വാട്ട് ഈസ് ദ സം ഓഫ് ദി സെക്കൻഡ് ആൻഡ് ദ 5th ടേംസ്. രണ്ടാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ 5th ടേം. മൂന്നാമത്തെ ചോദ്യം വാട്ട് ഈസ് ദ സം ഓഫ് ദി ഫസ്റ്റ് 15 ടേംസ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ രണ്ടാം പദം 5ഉം ആദ്യത്തെ 6 പദങ്ങളുടെ തുക 60ഉം ആണ്. അതിൽ ഒന്നാമത്തെ ചോദ്യം രണ്ടാം പദത്തിൻ്റെയും 5ആം പദത്തിൻ്റെയും തുക എത്ര, രണ്ടാമത്തെ ചോദ്യം 5ആം പദം എത്ര, മൂന്നാമത്തെ ചോദ്യം ആദ്യത്തെ 15 പദങ്ങളുടെ തുക എത്ര. ഇവിടെ രണ്ടാം പദമാണ് 5. അപ്പോൾ അതിനെ നമുക്ക് x2 എന്ന് എഴുതാം. x2 = 5. പിന്നെ തന്നിരിക്കുന്ന എന്താ? ആദ്യത്തെ 6 പദങ്ങളുടെ തുക. ഫസ്റ്റ് 6 ടേംസിൻ്റെ സമ്മ്. ഫസ്റ്റ് 6 ടേംസിനെ x1, x2, x3, x4, x5, x6 എന്ന് നമുക്ക് എഴുതാം. അതിൻ്റെ സമ്മാണ് തന്നിരിക്കുന്നത് 60 അല്ലേ? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് സെക്കൻഡ് ടേമിൻ്റെയും 5th ടേമിൻ്റെയും കൂടെ സം എത്രയാണ്. അപ്പം നമുക്കറിയാം, ഇവിടെ ഒരു സംഗതി നമുക്കറിയാം. x1ഉം x6ഉം കൂടെ ആഡ് ചെയ്യുന്ന അതേ ആൻസർ തന്നെയാണ് x2ഉം x5ഉം തമ്മിൽ ആഡ് ചെയ്യുന്നത്. അതേ ആൻസർ തന്നെയാണ് x3ഉം x4ഉം കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെ 3 ഗ്രൂപ്പായിട്ട് തിരിച്ചാൽ ഓരോന്നും ഈ 60യുടെ 3-1 ഭാഗമാകുകയല്ലേ. അപ്പോൾ അതിലെ ഒരു ഗ്രൂപ്പല്ലേ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് x2 + x5 അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഇവിടുത്തെ x2ഉം x5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ ഈ 60യുടെ 1/3 ആണ്, അതായത് 20 ആയിരിക്കും. ഇനി നമുക്ക് x2 തന്നിട്ടുണ്ട് 5 ആണ്. അപ്പോൾ x5 കണ്ടുപിടിക്കാമല്ലോ. അപ്പോൾ അതല്ലേ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. x2ന് പകരം എത്രയെന്ന് ഇട്ട് കൊടുക്കാം? 5 + x5 = 20. അപ്പോൾ x5 എത്രയായി? 20 - 5 = 15. ഇനി നമ്മളോട് മൂന്നാമത് ചോദിച്ചിരിക്കുന്നത് ആദ്യത്തെ 15 പദങ്ങളുടെ തുക. അതായത് ഒന്നാമത്തെ പദം x1, രണ്ടാമത്തെ x2, അങ്ങനെ 15ാമത്തെ പദമാണ് x15. ഇതിൻ്റെ എല്ലാം കൂടെ സമ്മാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? ഇതെത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എത്ര ടേംസ് ഉണ്ട്? 15 ടേംസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ മിഡിൽ ടേം എന്തായിരിക്കും? മിഡിൽ ടേം എന്ന് പറയുന്നത്, നടുക്കത്തെ ടേം, മധ്യപദം എന്ന് പറയുന്നത് x8 ആണ് അല്ലേ? അപ്പോൾ x8 ഒന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയത് എന്തൊക്കെയാണ്? x2 തന്നിട്ടുണ്ടായിരുന്നു, x5 നമുക്ക് കിട്ടി, 15 ഇവിടെ നിന്ന് കിട്ടി. ഇതിൽ നിന്ന് d നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. ടേംസിൻ്റെ ഡിഫറൻസ് ബൈ പൊസിഷൻ ചേഞ്ച് അല്ലേ? അപ്പോൾ പദങ്ങളുടെ വ്യത്യാസം 15ൽ നിന്ന് 5 കുറയ്ക്കുക ബൈ സ്ഥാനത്തിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് 5 - 2. അപ്പോൾ എത്ര വന്നു? 10/3 എന്ന് വന്നു. ഇനി നമുക്ക് x8 ആണ് വേണ്ടത്. x8 എന്ന് പറയുന്ന ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 7 പ്രാവശ്യം d ആഡ് ചെയ്താൽ മതിയല്ലോ. x1ൻ്റെ കൂടെ 7 പ്രാവശ്യം d ആഡ് ചെയ്യണം. പക്ഷേ x1 നമുക്കറിയത്തില്ല, x2 5ആണെന്നറിയാം. അപ്പോൾ x1ൻ്റെ കൂടെ d ആഡ് ചെയ്യുമ്പോഴല്ലേ 5 കിട്ടുന്നത്, അതായത് x2 കിട്ടുന്നത് അല്ലേ? അതായത് x1ൻ്റെ കൂടെ 10/3 ആഡ് ചെയ്തപ്പോഴല്ലേ 5 കിട്ടിയത്. അപ്പോൾ x1 എന്താണ്? 5 - 10/3. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് 15 - 10/3. അതായത് 15ൽ നിന്ന് 10 പോകുമ്പോൾ 5/3 എന്ന് കിട്ടി. അപ്പോൾ ഈ x1ന് പകരം 5/3 + 7 × d എന്ന് പറയുന്ന 10/3 അല്ലേ? അപ്പോൾ ഇവിടെ 5/3 പ്ലസ് ഡിനോമിനേറ്റർ സെയിം ആണല്ലോ, ഛേദം സെയിം ആണല്ലോ. അപ്പോൾ ഛേദം സെയിം 3 എഴുതി. 5 + 7 × 10 70. അപ്പോൾ 70 + 5 75/3 എന്ന് വന്നു. 75/3 എന്ന് പറയുന്നത് 25 അല്ലേ? അപ്പോൾ 25 ആണ് നമുക്ക് x8 ആയിട്ട് കിട്ടിയത്. അത് ഇവിടെ ഞാൻ എഴുതാം. x8 എന്ന് പറയുന്നത് 25 എന്നിപ്പോൾ കിട്ടി. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒന്നാമത്തെ പദം തൊട്ട് 15ാമത്തെ പദം വരെയുള്ളതിൻ്റെ തുകയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്.
തുക സമ്മിനെ ഞാൻ എസ് എന്ന് എഴുതുകയാണ്. 15 പദങ്ങളുള്ളതുകൊണ്ട് S15 എന്ന് എഴുതി. അതെങ്ങനെയാണ് കാണുന്നത്? മിഡിൽ ടേമിനെ, അതായത് മധ്യപദത്തെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? നമ്പർ ഓഫ് ടേംസ് കൊണ്ട് ഗുണിച്ചാൽ മതി. മധ്യപദത്തിനെ പദങ്ങളുടെ എണ്ണം കൊണ്ട് ഗുണിച്ചാൽ മതി. മധ്യപദം നമുക്കിപ്പോൾ ഇവിടെ കിട്ടി 25. പദങ്ങളുടെ എണ്ണം ഞാനിവിടെ പറഞ്ഞു 15 പദങ്ങളാണ് ഉള്ളത്. അപ്പോൾ 25നെ 15 കൊണ്ട് ഗുണിച്ച് നോക്കാം. അപ്പോൾ ആൻസർ എത്ര വന്നു? 375. ഇത് 12ാമത്തെ ചോദ്യത്തിലെ എ പാർട്ടാണ്. ഇനി ഇതല്ലെങ്കിൽ ബി ചെയ്യാം, ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഞാൻ ഇവിടെ രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ബി നോക്കാം. ഇതിനകത്ത് ബി ചോദ്യം, അതിനകത്ത് 3 പാർട്ടുണ്ട്. റൈറ്റ് ദ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 3 or 8 വെൻ ഡിവൈഡഡ് ബൈ 10. രണ്ടാമത്തെ പാർട്ട്, വാട്ട് ഈസ് ദ റിമൈൻഡർ ഓൺ ഡിവൈഡിങ് എനി ടേം ഓഫ് ദിസ് സീക്വൻസ് ബൈ 5. മൂന്നാമത്തത്, പ്രൂവ് ദാറ്റ് ദിസ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. അതായത് 10 കൊണ്ട് ഹരിച്ചാൽ മിച്ചം 3 അല്ലെങ്കിൽ 8 കിട്ടുന്ന എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. രണ്ടാമത്തെ ചോദ്യം, ഈ ശ്രേണിയിലെ ഏത് പദത്തിനെയും 5 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചം എത്ര? മൂന്നാമത്തത്, ഈ ശ്രേണി സമാന്തര ശ്രേണിയാണെന്ന് സമർത്ഥിക്കുക. അവിടെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3ഓ 8ഓ വരണം. അങ്ങനത്തെ ഒരു ശ്രേണി നമുക്ക് ഉണ്ടാക്കണം. അപ്പോൾ എത്ര വരും? 3, 8, 13, 18 എക്സെട്ര അല്ലേ? ഇവിടെ ഏത് ടേമിനെയും ഏത് പദത്തിനെയും 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര റിമൈൻഡർ വരും? അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആൻസർ. രണ്ടാമത്തെ ആൻസർ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 3 വരും അല്ലേ? ഇനി 8നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി 3 അല്ലേ? അല്ലെങ്കിൽ 13നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ബാക്കി 3. അതാണ് ഉത്തരം. ഇനി മൂന്നാമത്തെ പാർട്ട് എന്ന് പറഞ്ഞാൽ സമാന്തര ശ്രേണിയാണോ അല്ലയോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു ഇതിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ മിച്ചം 3 അപ്പോൾ ഒന്നാമത്തെ പദത്തിന് നമുക്ക് 5ൻ്റെ ഗുണിതത്തിന് 5 ഗുണം 0, 0 അതിൻ്റെ കൂടെ 3 കൂട്ടുമ്പോഴല്ലേ 3 കിട്ടിയത്. അപ്പോൾ ഒന്നാമത്തെ ടൈമിന് നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇനി രണ്ടാമത്തെ 8നെ 5 ഗുണം 1, 5ൻ്റെ ഗുണിതമായി അതിൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 8ആയി. ഇനി മൂന്നാമത്തെ ടേമിന് 5ൻ്റെ ഗുണിതമായ 5 ഗുണം 2 10, 10ൻ്റെ കൂടെ 3 കൂട്ടിയപ്പോൾ 13ആയി. അടുത്തതിന് 5 ഗുണം 3 15, 3 18 ഇങ്ങനെ എഴുതാമല്ലോ. അപ്പോൾ ഇതിനെ 5ൻ്റെ ഗുണിതത്തിൻ്റെ കൂടെ 3 കൂട്ടുമ്പോൾ ഈ സമാന്തര ശ്രേണി ഈ ശ്രേണി കിട്ടും അല്ലേ? അപ്പോൾ അതായത് അതിൻ്റെ ജനറൽ ഫോം എന്താ? 5n + 3 എന്ന് എഴുതാമല്ലോ. 5ൻ്റെ ഗുണിതത്തിൻ്റെ കൂടെ 3. അപ്പോൾ ഇതെന്തായി? ഇറ്റ് ഈസ് ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഇതൊരു സമാന്തര ശ്രേണിയാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 13ാമത്തെ ചോദ്യം ചെയ്യാം. ഇനി 13ാമത്തെ ചോദ്യം നോക്കാം. ചോദ്യം ഇതാണ്: ദ ടേബിൾ ബിലോ ഷോസ് 49 persons ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ്സ്. അപ്പോൾ ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. 49 പേരുടെ വെയ്റ്റ് അനുസരിച്ചിട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ദേ ആർ ലൈൻഡ് അപ്പ് അക്കോർഡിംഗ് ടു ദെയർ വെയ്റ്റ്സ്. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ദ വെയ്റ്റ് ഓഫ് ദ പേഴ്സൺ അറ്റ് വിച്ച് പൊസിഷൻ ഈസ് ടേക്കൺ ആസ് ദ മീഡിയൻ. അതായത് എത്രാമത്തെ ആളുടെ ഭാരമാണ് മധ്യമമായിട്ട് വരുന്നത്. രണ്ടാമത്തെ ചോദ്യം: അക്കോർഡിംഗ് ടു ദ അസംഷൻ യൂസ് ടു കാൽക്കുലേറ്റ് ദ മീഡിയൻ, വാട്ട് ഈസ് ദ വെയ്റ്റ് ഓഫ് ദ 22nd പേഴ്സൺ. 22ാമത്തെ ആളിൻ്റെ ഭാരം എത്രയാണ്? മൂന്നാമത്തെ കാൽക്കുലേറ്റ് ദ മീഡിയൻ വെയ്റ്റ്, മധ്യമ ഭാരം കണ്ടുപിടിക്കുക. ഇവിടെ ടേബിളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം 30 മുതൽ 40 വരെ 5 പേരാണുള്ളത്. 40 മുതൽ 50 കിലോഗ്രാം വരെ 7 പേരാണ്. അങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആകെ 49 ആളുകളാണുള്ളത്. 49 n ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ആ n ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ ഓഡാണോ ഈവനാണോ നമ്മൾ നോക്കും അല്ലേ? ഇവിടെ 49 എന്ന് പറയുന്നത് ഓഡാണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യ ആകുമ്പോൾ നമുക്ക് മധ്യമത്തിൽ വരുന്ന ആരുടെ വെയിറ്റ് ആണ് എന്നാണ് ആദ്യത്തെ ചോദ്യം. അതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒറ്റ സംഖ്യ വരുമ്പോൾ എന്നിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് അതിൻ്റെ പകുതി കാണുക. ആ ഒരു പൊസിഷനാണ് നമ്മൾ എടുക്കുന്നത് അല്ലേ? അപ്പം 49ൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് പകുതി കാണുക, അതായത് 50ൻ്റെ പകുതി അല്ലേ? അപ്പോൾ 25ാമത്തെ ആളിൻ്റെ ആണ് മധ്യമ വാല്യൂ ആയിട്ട് വെയിറ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? 22ാമത്തെ
ആളുടെ ഭാരം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 40 കിലോഗ്രാം വരെ 5 ആളുകളാണുള്ളത്. 50 കിലോഗ്രാം വരെ എന്ന് പറയുമ്പോൾ 7 5 12 പേരായി. 60 കിലോഗ്രാം വരെ എന്ന് പറയുമ്പോൾ 12 9 കൂടെ 21 ആളുകളായി. 70 കിലോഗ്രാം വരെ 21 10 കൂടെ 31 ആളുകളായി. 80 കിലോഗ്രാം വരെ 31 10 41 ആളുകളായി. 90 കിലോഗ്രാം വരെ 41 8 49 ആളുകളായി. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന 22ാമത്തെ ആളുടെ 21ാമത്തെ ആള് ഇതിനകത്ത് ഈ കാറ്റഗറിയിൽ പെടും അല്ലേ. ഇനി 22ാമത്തെ ആളെന്ന് പറയുന്നത് എവിടെ വരത്തുള്ളൂ? ദാ ഈ ഒരു പീരീഡിൽ, അതായത് 60 മുതൽ 70 വരെയുള്ളതിൽ ആദ്യത്തെ ആളാണ് 22ാമത്തെ ആള് അല്ലേ. ഇനി അപ്പോൾ 60 മുതൽ 70 വരെയുള്ളതിൽ എത്ര പേരുണ്ട്? ആകെ 10 പേരാള്. അപ്പോൾ 10 നമുക്കിതിനെ ഡിവൈഡ് ചെയ്യണം അല്ല. 60 മുതൽ 70 വരെയുള്ള 10 ഡിവൈഡ് ചെയ്യുമ്പം 60 മുതൽ 61 വരെ ഒന്നാമത്തെ ഭാഗമായി. 61 മുതൽ 62 വരെ രണ്ടാമത്തെ ഭാഗമായി. 62 തൊട്ട് 63 വരെ മൂന്നാമത്തതായി. 63 മുതൽ 64 വരെയുള്ള നാലാമത്തതായി. 64 മുതൽ 65 വരെയുള്ള അഞ്ചാമത്തെ. അങ്ങനെ പോകും. ഇനി ഇവിടെ ഇതാണ് 22ാമത്തെ ആളിൻ്റെ വെയിറ്റ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്ക് വരും. അപ്പോൾ 22nd പേഴ്സൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് 60ൻ്റെ 61ൻ്റെയും നടുക്കത്തെ വാല്യൂ ആയ 60.5 കിലോഗ്രാം വരും. ഇനി നമ്മളോട് മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഇതിൻ്റെ മധ്യമ ഭാരം എത്രയാണ്, മീഡിയൻ വെയിറ്റ് എത്രയാണ്. മീഡിയൻ വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് എത്രാമത്തെ ആളിൻ്റെയാണ്? 25ാമത്തെ ആളിൻ്റെയാണ് അല്ലേ. ഇവിടെ തുടങ്ങുന്ന 22, 25ാമത്തെ ആൾ ഇതിനകത്താണല്ലോ പെടുന്നത് അല്ലേ. 22 തൊട്ട് 31 വരെയാണ് കിടക്കുന്നത്. അപ്പോൾ 22ാമത്തെ ആൾ ഇവിടെ വരും. അപ്പോൾ 22ാമത്തെ ആളിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 60ൻ്റെയും 61ൻ്റെയും ഇടയ്ക്ക് 60.5 കിലോഗ്രാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്ന മൂന്നാമത്തെ ചോദ്യം മീഡിയൻ വെയിറ്റ് അഥവാ മധ്യമ ഭാരമാണ്. അത് 25ാമത്തെ ആളിൻ്റെയാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ 22ാമത്തെ ആളിൻ്റെ കിട്ടി. ഇനി ഇതാണ് 23ാമത്തെ ആളിൻ്റെ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്. 24ാമത്തെ ആളിൻ്റെത് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക്. 25ാമത്തെ ആളിൻ്റെ 63ൻ്റെയും 64ൻ്റെയും ഇടയ്ക്ക്. അതായത് മീഡിയൻ വെയിറ്റ് അഥവാ മധ്യമ ഭാരം എന്ന് പറയുന്നത് എത്ര വന്നു? 63ൻ്റെയും 64ൻ്റെയും ഇടയ്ക്ക് എന്ന് പറയുമ്പോൾ 63.5 കിലോഗ്രാം. ഇത് സമാന്തര ശ്രേണി ഉപയോഗിച്ചും ചെയ്യാമല്ലോ. അതായത് ശ്രേണി എഴുതുമ്പോൾ 60.5 61.5 62.5 എക്സെട്ര അങ്ങനെയാണ് എഴുതേണ്ടത്. ഇവിടെ എത്രാമത്തെ ആളാണ്? 4ാമത്തെ ആളാണ്. അപ്പം ഒന്നാമത്തെ പദത്തിൻ്റെ കൂടെ 3D കൂട്ടിയാൽ മതിയല്ലോ അല്ലേ. അതായത് ഒന്നാമത്തെ പദം എന്ന് പറയുന്നത് 60.5, അതിൻ്റെ കൂടെ 3 പ്രാവശ്യം 1 കൂട്ടുക. ഒന്നല്ല വ്യത്യാസം, പൊതുവ്യത്യാസം. അപ്പോൾ 63.5 കിലോഗ്രാം എന്ന് കിട്ടിയല്ലോ. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് ലാസ്റ്റ് ചോദ്യം, 13ാമത്തെ ചോദ്യം. എല്ലാവരും ചെയ്ത് പഠിക്കുക.